അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ അകത്തുള്ള ശത്രുക്കളെയും ഇസ്ലാമിൻ്റെ പുറത്തുള്ള ശത്രുക്കളെയും തിരിച്ചറിയാൻ കഴിയണം. ഇസ്ലാമിൻ്റെ പുറത്ത് ഇസ്ലാമിൻ്റെ വൈരോഗികളായ സവർണ ഫാസിസ്റ്റുകൾ, RSS തുടങ്ങിയ സവർണ ഫാസിസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ് മുസ്ലിം എന്ന നാമത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദികൾ തുടങ്ങി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ഒരുപാട് പേര് പുറത്തുണ്ട്. ഇസ്ലാമിൻ്റെ അകത്തുള്ള ശത്രുക്കൾ വഹാബി, ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാനി, തബ്ലീഗ്, ചേകനൂർ, ഖാദിയാനികൾ പിന്നെ ഇസ്ലാമിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാർ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ അകത്തുള്ള ശത്രുക്കളാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല, എല്ലാവർക്കും പിടിക്കുന്ന മാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള സംസാരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ബുദ്ധിയുള്ള മനനം ചെയ്യുന്ന ആളുകൾക്ക് തിരിയും. അവരെക്കുറിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അകത്തുള്ള ശത്രുക്കളെയാണ് പുറത്തുള്ളവരെക്കാൾ പേടിക്കേണ്ടത്. വീട്ടിലുള്ള ശത്രുവിനെയാണ് പുറത്തുള്ള ശത്രുവിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത്. മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. മാലിക് ബിൻ ദീനാറും 12 ആളുകളും പരിശുദ്ധ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നപ്പോൾ അവരെല്ലാവരും ഒറ്റ ചിന്തയിലായിരുന്നു. ഇടകലർപ്പില്ല. നീ ലീഗ്, നീ കോൺഗ്രസ്, മറ്റത് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിൽ പുതിയ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. മമ്പുറം തങ്ങൾ പാപ്പ അതേ വിശ്വാസത്തിലായിരുന്നു. ആലി മുസ്ലിയാർ, ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ രംഗത്തിറങ്ങിയ ആലി മുസ്ലിയാരും അതുപോലെ തന്നെ കുഞ്ഞാമ്മദാജിയും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ വിശ്വാസ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുമായിരുന്നു. മമ്പുറം തങ്ങളും അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളും പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂമും എല്ലാവരും ഒറ്റ വിശ്വാസ ആദർശത്തിൽ അടിയുറച്ച് പോവുകയായിരുന്നു. ഒരാളുടെ ഇടയിലും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുമില്ല, ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ആ സമയത്താണ് ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കേരളത്തിൽ വരുന്നത്. അതിൻ്റെ പ്രധാന കണ്ണിയാണ് KM മൗലവി. അദ്ദേഹമാണ് ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യം വന്നപ്പോൾ അന്നത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ചോദിച്ചു, എന്തൊരൈക്യം? അനൈക്യമുണ്ടെങ്കിലല്ലേ ഐക്യത്തിൻ്റെ കാര്യമുള്ളൂ. എൻ്റെ വീട്ടിലൊരു തർക്കമുണ്ടെങ്കിലല്ലേ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ മസ്ലഹത്ത് ഉണ്ടാക്കണമെന്ന് പറയേണ്ട കാര്യമുള്ളൂ. മസ്ലഹത്ത് ഉണ്ടാക്കണമെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അങ്ങനെ ആ ഐക്യസംഘം പിന്നീട് നാളിതുവരെ മുസ്ലിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ആദർശത്തെ പുച്ഛിക്കാനും കളിയാക്കാനും തുടങ്ങി. സലാത്തിനെയും അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയെയും ജുമായുടെ ബാങ്കിനെയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാളിതുവരെ കേൾക്കാത്ത വാദങ്ങൾ. അപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ആഖിറുസ്സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളും നിങ്ങളെ പൂർവികരും കേൾക്കാത്ത പുതിയ വാദങ്ങളുമായി ചില കബളിപ്പിക്കൽ ടീം വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ ആ ടീമാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നേരത്തെ ഇവരെ ചെറുക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയ വലിയ മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഇവർക്കെതിരെ നിർബന്ധമായും വരുന്ന തലമുറക്ക് ബോധവൽക്കരണം കൊടുത്തില്ലെങ്കിൽ പയച്ചു പോകും എന്ന് മനസ്സിലാക്കി നമുക്ക് അവർ തടയിടുകയായിരുന്നു. നമ്മുടെ ഈമാനിന് കാവൽ നിൽക്കുകയായിരുന്നു. ഈമാനിനെ പോക്കറ്റടിക്കുന്ന ഈ വിഭാഗം
അവരെ നാം തിരിച്ചറിയണം ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ. മുജ, കാദിയാനി, തെബുലീഗ്, ചേകനൂര് അലവലാദികൾ, കള്ളത്തെരീക്കത്തുകാർ കൂന് പൊന്തി വരികയാണ്. ഓരോ ഭാഗത്തും പൊന്തി വരിക. അതിലങ്ങ് പെട്ടുപോയാൽ അവരുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയനാവാത്ത എന്ത് കാട്ടിയാലും അതാണ് അംഗീകരിക്കുകയാണ്. നമ്മളൊരു വട്ടൂരിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ. ഇങ്ങനെ ഒരുപാട് കള്ളത്തെരീക്കത്തുകാരും ഇസ്ലാമിക നശിപ്പിക്കാൻ വേണ്ടി വന്ന ഈ വിഭാഗത്തെ നാം തിരിച്ചറിയണം. അവർ ഈ സമൂഹത്തിലെ ക്യാൻസറാണ്. ക്യാൻസർ കഴിവിൻ്റെ പരമാവധി മാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അവിടെ നിന്ന് മുറിച്ച് കളയലാണ്. അവർ ഈ സമൂഹത്തിന് മാനക്കേടാണ്. അവർ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. അവരുടെ പള്ളികളൊന്നും പള്ളിയായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വീടല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് അവരുടെ പള്ളി എന്താണെന്ന്. സൂറത്തു തൗബയിലുണ്ടത്. വല്ലദീന യത്തഖിദൂന മസ്ജിദൻ ളിറാറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. അതിൻ്റെ പേര് മസ്ജിദ് ളിറാർ എന്ന. കാരണം മുഅ്മിനീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ച പള്ളി, 300-400 കൊല്ലം പഴക്കമുള്ള പള്ളി. ആ പള്ളിയിൽ ചെയ്യുന്ന ഇബാദത്തൊന്നും സഹിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ. ഒരേ ആദർശത്തിൽ തന്നെ അപ്പുറപ്പുറം പള്ളി ഉണ്ടാക്കുക, സംഘടനാ രംഗത്ത്, അതൊക്കെ ഓക്കെ. എ പി വിഭാഗവും കെ വിഭാഗവും ഒക്കെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സംഘടനാ രംഗത്ത് രണ്ടിലും ആദർശത്തിൽ വ്യത്യാസമല്ല. പക്ഷേ ആദർശം തന്നെ പിഴച്ചു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ, അതിൻ്റെ പേരാണ് മസ്ജിദ് ളിറാർ. നമ്മളൊക്കെ ചിലപ്പോൾ നിസ്കരിക്കാൻ അവിടെ കയറിയാൽ പള്ളി കയറി നിസ്കരിച്ച കൂലി എന്തായാലും കിട്ടൂല. അവിടെ ജുമായിൽ പങ്കെടുത്ത ജുമാ നിസ്കരിച്ച കൂലി കിട്ടൂല. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ എന്ത് കേട്ടാലും എന്തിലും പോയി ചാടുക എല്ലാം നല്ലതാണ്, ഈ ചിന്താഗതി നമ്മൾ ആദ്യം ഒഴിവാക്കണം. ഞാൻ സുന്നിയല്ല, മുജാഹിദുമല്ല, ജമാഅത്തുമല്ല, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അപകടമാണത്, അപകടകരമായ വാക്കുകളാണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ കഴിഞ്ഞു പോയ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, റസൂലും താബീങ്ങളും താബിയുങ്ങളടക്കം ഇന്ന് വരെ നമ്മുടെ നേതൃത്വം, നമ്മുടെ പണ്ഡിതന്മാർ നമുക്കെന്താണോ പറഞ്ഞെന്ന് അതാണ് ഇസ്ലാം. അതിൻ്റെ ഇടയിൽ തെറ്റിപ്പോയ വിഭാഗം അല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നല്ലതൊക്കെ കേൾക്കാനും നല്ലതൊക്കെ പറയാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.